കുടുംബത്തിലെ ദാമ്പത്യ ദുരിതം മാറാനായിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചിലപ്പോൾ ഭാര്യയോട് സ്നേഹം, ഭർത്താവിന് സ്നേഹമുണ്ട്, ഭാര്യയ്ക്ക് സ്നേഹമില്ല, ഭർത്താവിന് സ്നേഹമില്ല, ഭാര്യയ്ക്ക് സ്നേഹമുണ്ട്. ഇത് അങ്ങനെ ഇങ്ങനെയും തിരിഞ്ഞും പറഞ്ഞും വരാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ചെയ്തിട്ടും ദാമ്പത്യ ദുരിതം മാറാനായിട്ട്, ദാമ്പത്യ ദുരിതം മാറണമെന്ന് വിചാരിച്ച് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഐക്യമൊക്കെ കൈവരണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഇതാണ്. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഈ മന്ത്രം ജപിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നിരന്തരമായിട്ട് ഇത് പ്രയോഗത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിലെ ദാമ്പത്യ ദുരിതമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഓം ഹ്രീം ഐം ശ്രീം നമോ ഭഗവതി ഉച്ഛിഷ്ട ചണ്ഡാലി ശ്രീ മാതംഗേശ്വരി സർവജന വശം കരി സ്വാഹ. ഓം ഹ്രീം ഐം ശ്രീം നമോ ഭഗവതി ഉച്ഛിഷ്ട ചണ്ഡാലി ശ്രീ മാതംഗേശ്വരി സർവജന വശങ്കരി സ്വാഹ. കുറച്ച് പേര് കുറേ ദിവസമൊക്കെ ജപിക്കുക. അത് കഴിയുമ്പോൾ ഭർത്താവിന് മാറ്റമില്ല എന്ന് വെച്ച് നിർത്തും. ചില ഭർത്താക്കന്മാർക്ക് പിന്നെ സമയം ഉണ്ടാവാറില്ല, എങ്കിലും ചിലവർ ചെയ്യാറുണ്ട്. എങ്കിലും നിങ്ങൾ നിരന്തരമായിട്ട് കുറച്ച് കാലം, ഒരു 3 മാസക്കാലം നിരന്തരമായിട്ട് ആർത്തവ അശുദ്ധിയുള്ള സമയത്ത് ചെയ്യാതിരിക്കുക. അത് ഒരു 3 മാസക്കാലമൊക്കെ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ജപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ഐക്യം കൈവരിക്കാൻ സാധിക്കും. അതായത് ഓം ഹ്രീം ഐം ശ്രീം നമോ ഭഗവതി ഉച്ഛിഷ്ട ചണ്ഡാലി ശ്രീ മാതംഗേശ്വരി സർവജനം വശം കരി സ്വാഹ. ഇത് നിരന്തരമായിട്ടൊരു 3 മാസക്കാലം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദാമ്പത്യത്തിൽ സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ ഉള്ള പൊരുത്തക്കേടുകളും മാറാനായിട്ട് ഈ മന്ത്രം ജപിക്കാം.